ആരോപമൊഴിഞ്ഞ നേതാക്കളായ ശ്രീമതി CK ജാനുവിനെയും അമ്പൂക്കായും UDFന്റെ അംഗങ്ങളായി പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായം കേരളത്തിലെ നാടാർ സമുദായമാണ്. തിരുവനന്തപുരം ജില്ലയിലെ 8 മണ്ഡലങ്ങളിൽ കൃത്യമായി ആര് ജയിക്കണം അല്ലെങ്കിൽ തോക്കണം എന്ന് നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരു സമുദായമാണ് നാടാർ സമുദായം. കഴിഞ്ഞ സർക്കാരുകളിൽ നാടാർ സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു സമയത്ത് ശ്രീ സുന്ദരം നാടാരും കുഞ്ഞികൃഷ്ണൻ നാടാരും ഒക്കെ രവിചന്ദ്ര ബാലു ഒക്കെ കേരള രാഷ്ട്രീയത്തിലെ N ശക്തനും ഒക്കെ കേരള രാഷ്ട്രീയത്തിലെ നാടാർ സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല ഇടുക്കിയിലും പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാണ് നാടാർ സമുദായം. അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു പ്രതിനിധി അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോൾ DCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ ശക്തൻ വളരെ കാലം സ്തുത്യർഹമായി UDF ഉണ്ടായിരുന്നു. മന്ത്രി സ്പീക്കറും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സമയം നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ പുതിയ നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ്സുകാർ മെനക്കെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല വളർന്നു വരുന്നവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളെല്ലാം അസംബ്ലി നിയോജക മണ്ഡലങ്ങളെല്ലാം UDFന്റെ കൂടെ നിൽക്കുന്ന ഒരു LDFന്റെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടത്. ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം ജില്ലയിലെ UDFന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം LDF മറക്കരുത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നാടാർ സമുദായമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പഠിക്കണ്ട. അതിൽ കൂടെ നിർത്താൻ എങ്ങനെ കൂടെ നിർത്തണമെന്ന് LDFന് അറിയാം. അവരെ കൂടെ നിർത്തുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ വിൻസെന്റ് മാത്രമാണ് ജയിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കോൺഗ്രസിൽ ബാക്കി എല്ലാ 13 സീറ്റും UDFന് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാൻ UDF മെനക്കെട്ടില്ല എന്ന് വേണം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കാൻ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പല പ്രാവശ്യവും ശ്രീ VD സതീശനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതിൽ മുന്നണിയിലേക്ക് എടുക്കണം എന്ന് സ്വാഭാവികമായിട്ട് ആവശ്യപ്പെട്ടിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു അസോസിയേറ്റ് മെമ്പറായി, അതായത് HLന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമുദായമായി തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തെ മാറ്റാമെന്ന് ശ്രീ VD സതീശൻ വിചാരിച്ചെങ്കിൽ അങ്ങേക്ക് തെറ്റുപറ്റി എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ തീരുമാനിച്ചെങ്കിൽ അത് പൊതു സമക്ഷത്തിൽ പറയേണ്ട ഉത്തരവാദിത്വം മുന്നണി കൺവീനർക്കാണ്. മുന്നണി കൺവീനർ എന്ന് പറയുന്ന ഒരു സ്ഥാനം വെറുതെ വച്ചിരിക്കുന്നതല്ല. അത് ഘടകകക്ഷികൾക്കുള്ള വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാനും അവ പരിഹരിക്കപ്പെടാനും ചർച്ച ചെയ്യാനുമുള്ള വേദിയാണ് മുന്നണി കൺവീനർ. അതിന് പകരം ശ്രീ VD സതീശൻ ഇപ്പോഴേ മുഖ്യമന്ത്രി കളിക്കുകയാണ്. ഈ കേരളത്തിൽ ജയിച്ച പല മണ്ഡലങ്ങളിലെയും ഇലക്ഷനെ VD സതീശൻ ഗ്രൂപ്പ് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴേ മുഖ്യമന്ത്രി കളി തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UDFന്റെ വിജയം കണ്ടപ്പോഴത്തേക്ക് ഞാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു എന്നുള്ള ധാരണയിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും. ശ്രീ VD സതീശൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ശ്രീ രമേശ് ചെന്നിത്തല രാഷ്ട്രീയം വിട്ടിട്ടില്ല. എന്തായാലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പണത്തൂക്കം എപ്പോഴും കൂടുതലേ ഉണ്ടാവുള്ളൂ. ശ്രീ പിണറായി വിജയന്റെ പല അഴിമതികളും
പച്ചയ്ക്ക് വെട്ടി തുറന്നു പറയാനും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് മുമ്പിൽ ഹാജരായി തെളിവ് നൽകാനും സാധിച്ച ഒരേ ഒരു നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ശ്രീ രമേശ് ചെന്നിത്തല കഴിഞ്ഞ നമ്മുടെ കോട്ടയത്തെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നുള്ള കാര്യം ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പേരോടും മാന്യമായിട്ട് ഇടപെടുന്ന സർവസമ്മതനായ ഒരു വിധത്തിലുള്ള അഴിമതിയും തൊട്ടുതീണ്ടിയില്ലാത്ത ഒരു നേതാവിന് ആകെ ഉള്ള ഒരു കളങ്കം ആന്റണി ഗ്രൂപ്പ് സജീവമായിരുന്നപ്പോൾ അതിലെ ഒരു ലീഡറായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് വരെ പൊതുജീവിതത്തിൽ ഒരാളെയും വ്യക്തിപരമായിട്ട് വിമർശിക്കുകയോ വേദനിപ്പിക്കുകയോ നീരസപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അടുത്ത യുവതലമുറയിൽ നോക്കുകയാണെങ്കിൽ താങ്കളെക്കാളും എന്തുകൊണ്ടും യോഗ്യതയുള്ള ആളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. ഒരു ഗ്രൂപ്പിൻ്റെയും പിന്തുണയില്ലാതെ സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം അറിവുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇടം പിടിച്ച വ്യക്തിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. ശ്രീ KC വേണുഗോപാലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഉള്ള ഈ മുഖ്യമന്ത്രി കളിയുണ്ട് UDFന് സുനിശ്ചിതമായ ഒരു വിജയം ഇല്ലാതാക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയും ശ്രീ VD സതീശനോട്. നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ UDFന് വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്, UDFന് പരാജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് UDF പലപ്പോഴും ഘടകകക്ഷികളുമായിട്ട് മോശമായി ഇടപെടുന്നതിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് മാന്യമായിട്ട് കൈകാര്യം ചെയ്യാതെ അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ശ്രീ KM മാണിയുടെ മകനെ എന്തായാലും ജയിച്ച 50 കൗൺസിലർമാരിൽ 50 പേരും മേയറാവാൻ യോഗ്യതയുള്ളവർ തന്നെയാണ്. നാളെ ചാർജ് എടുക്കുന്ന മേയർ അടുത്ത 41 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുകയും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും തിരുവനന്തപുരം നഗരസഭയെ നമ്മുടെ ഇൻഡോർ പോലെ ഒരു മാതൃകാ നഗരമായി തീർക്കാൻ BJPക്കും കേന്ദ്ര ഗവൺമെന്റിനും ശ്രീ രാജീവ് ചന്ദ്രശേഖർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.